പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു ബ്രൂവറിക്ക് സർക്കാർ തിടുക്കത്തിൽ അനുമതി നൽകിയതിനെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഈ തിടുക്കത്തിൻ്റെ പിന്നിലുള്ള കാരണം, അതിൻ്റെ പിന്നിലുള്ള ഉയർന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ വ്യക്തത വരുത്തണം, ദുരൂഹത നീക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ഒരാളെ ഡൽഹി മദ്യ നയ അഴിമതിയുടെ പേരിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ഈ സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഈ കമ്പനി കേരളത്തിൽ വരാനുള്ള കാരണം പിണറായി കേജ്രിവാൾ ധാരണയാണോ, പിണറായി കേജ്രിവാൾ ബാന്ധവമാണോ എന്നുള്ള ചോദ്യം കൂടി ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വരികയാണ്. എന്താണ് വകുപ്പ് മന്ത്രിയെ ഈ ഒയാസിസിനെ കുറിച്ചിട്ടുള്ള അവദാനങ്ങൾ അത് മുഴുവൻ വിശദീകരിച്ച് വാഴ്ത്തുപാട്ട് നടത്താൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം വളരെ ജലദൗർലഭ്യം ബാധിച്ചിട്ടുള്ള ഒരു പ്രദേശം, ആ പ്രദേശമാണ് ഈ ബ്രൂവറിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതേ കമ്പനി പഞ്ചാബിലും ഇതേപോലെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ആ പ്രദേശത്തെ കർഷകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ സർക്കാർ പറയുന്നത് ജലദൗർലഭ്യമുള്ള പ്രദേശത്ത് ബ്രൂവറി പ്രവർത്തിപ്പിക്കാൻ അനുവാദം നൽകുകയും അവിടുത്തെ കർഷകരെ ദുരിതത്തിലാഴ്ത്തുകയും ചെയ്യുന്ന ഒരു തീരുമാനമെടുത്തതിന് ശേഷം കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കാനാണ് ഈ തീരുമാനമെടുക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം, ആ അടിസ്ഥാനം സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു അടിസ്ഥാനമാണ്. ഏത് അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകാൻ ജലദൗർലഭ്യമുള്ള മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ബ്രൂവറിക്ക് അനുമതി നൽകിക്കൊണ്ട് സാധിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയും വലിയ വിഡ്ഢികളായിട്ടാണോ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. മാത്രമല്ല, പ്ലാച്ചിമട സമരം നടന്നൊരു പ്രദേശമാണ്. പാലക്കാടുകാരനായിട്ടുള്ള വകുപ്പ് മന്ത്രി പ്ലാച്ചിമട സമരം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പരിപൂർണമായും ഇല്ലാതായിപ്പോയത് കൊണ്ടാണോ അദ്ദേഹം അതൊന്നും ഓർക്കാതെ അതേ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് അനുവാദം നൽകിയത് എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. മാത്രമല്ല, ഇതേ മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എലപ്പുള്ളി പഞ്ചായത്തിൻ്റെ അനുമതി വാങ്ങിയിട്ടില്ല എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹത്തിന് അറിയാത്തതാണോ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, നായനാർ മന്ത്രിസഭയെടുത്ത ഒരു തീരുമാനമുണ്ട്. സംസ്ഥാനത്തിനി കൂടുതൽ ബ്രൂവറികൾ, സംസ്ഥാനത്തിനി കൂടുതൽ ഡിസ്റ്റിലറികൾ ഇനി ആവശ്യമില്ല എന്നുള്ള തീരുമാനം. ആ തീരുമാനം എന്നാണ് പിണറായി സർക്കാർ മാറ്റിയത്? കാരണം ഇത് അനുവദിക്കുന്നത് വരെ ആ തീരുമാനം നിലവിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തീരുമാനം എന്ന് മാറ്റി എന്നുള്ളത് കൂടി കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ഒയാസിസ് കമ്പനിയുടെ കടന്നുവരവിലെ ദുരൂഹതകൾ നീക്കാതെ, ആശങ്കകൾ നീക്കാതെ ഈ തിടുക്കത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം, ആ തീരുമാനം വലിയൊരു അഴിമതിയുടെ പശ്ചാത്തലമാണോ എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകളും കേരളത്തിലെ CPM-ന് പുറമെയുള്ള മറ്റു പാർട്ടികളും അവർക്കൊക്കെ പങ്കാളിത്തമുള്ള CMRL കമ്പനി നടത്തിയിട്ടുള്ള വലിയൊരു അഴിമതി, ആ അഴിമതിയെക്കുറിച്ചിട്ടുള്ള അന്വേഷണം
ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാരിൻ്റെ അടുത്ത അഴിമതിക്കഥ, ആ അഴിമതിക്കഥയാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകളും ദുരൂഹതയും അത് നീക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ.